ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. ആക്ച്വലി നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയ ടൈമിൽ തന്നെ ഞാൻ കണ്ടിരുന്നൊരു പേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആള് നമ്മളുടെ പേജും കാണാൻ തുടങ്ങി. അങ്ങനെ ആളായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ആയി. ആളൊരു ഒരു റിയൽ വണ്ടി ഭ്രാന്തനാണ്. അപ്പോൾ ആളെ ഒന്ന് കാണാം, ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം, കുറച്ച് വണ്ടികളൊക്കെ നോക്കാം. അങ്ങനെ വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാട് നെന്മാറയിലേക്കാണ്. നെന്മാറ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാം. പാലക്കാടിൻ്റെ ഗ്രാമഭംഗി എടുത്തു കാണിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഇവിടുത്തെ ഫേമസ് ആണ് നെന്മാറ വല്ലങ്കി വേല. കാണാൻ പോണത് നമ്മുടെ ഒരു റെസ്റ്റഡ് നെറ്റ് എന്ന ചാനലാണ്, മനുപ്രസാദ് ബ്രോ. അപ്പോൾ ആളിൽ കുറേ വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ട്, നമുക്കതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരുവിധം നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവർക്കും അറിയാം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുറേ ഫോളോവേഴ്സ് ആളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഞാനും പുള്ളിയുടെ പണ്ട് തൊട്ട് നോക്കാറുള്ള ആളാണ്. ചേട്ടൻ കുറെ നോക്കിയിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ റീസെന്റ് ഒന്ന് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്ത്. മെയിൻ നമ്മളിവിടെ വരാൻ കാരണം ഈ ആളിലുള്ള കുറെ ക്ലാസിക് വണ്ടികളുടെ കളക്ഷൻസ് കാണാനായിട്ടാണ്. കുറെ സ്കൂട്ടേഴ്സ് ഉണ്ട് ആളേല്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് ഞങ്ങൾ വീട്ടിൽ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി. അച്ഛൻ വാങ്ങിച്ച സ്കൂട്ടർ. ഇതിപ്പോഴും 12 ഇലക്ട്രോണിക്സ് ഒരു 30 വർഷമായിട്ട് കൂടെയുള്ള വണ്ടി. ഷോറൂം ഞാനും കൂടെ ഷോറൂമിൽ പോയിട്ട് എന്നിട്ട് ഞാനിതിപ്പോൾ നമ്മുടെ ഒരു 3-4 വർഷം മുന്നേ ഫുള്ള് അതേ കമ്പനി അതേ കളറിൽ പെയിന്റ് സ്റ്റോക്ക് പുതിയതുപോലെ പുതിയതുപോലെ ഇത് 95. ഇത് 70 മോഡൽ ബജാജ് 150 അല്ലെങ്കിൽ വെസ്പ 150 എന്ന് പറയും. അതായത് ബജാജാണ് നമ്മുടെ വെസ്പ വണ്ടി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ട്രാൻസിഷൻ പീരീഡ് ആണ്. 70 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ വണ്ടികൾ മാത്രമേ പാടുള്ളൂ. ലൈക്ക് കൊളാബറേഷൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബജാജ് ആക്കി. അപ്പോൾ ഇത് ആ ഒരു ട്രാൻസിഷൻ പീരീഡിലിരിക്കുന്ന വണ്ടിയാണ്. ഇത് 71 രജിസ്ട്രേഷൻ. ഒരു അട്ടപ്പെട്ടിയിൽ കുറെ സാധനങ്ങളായിട്ട് കൊണ്ടുവന്നതാണ്. ഒന്നും ഉണ്ടായിരുന്നു. അതായത് ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും റെസ്റ്റോർ ചെയ്തെടുത്താണ്. അതെല്ലാം വണ്ടി ഒറിജിനൽ സാധനങ്ങൾ തന്നെ. പക്ഷെ അതെല്ലാം തുരുമ്പ് പിടിച്ച് ഒരു പെട്ടിയിലാണ് കൊണ്ടുവന്നത് സാധനങ്ങൾ മൊത്തം. ഈവൻ എഞ്ചിൻ ഫുൾ ഡിസ്പാൻഡിലായിട്ട് ഇത് ഞാൻ പുറത്ത് കൊടുത്ത് ചെയ്തതാണ്. കണ്ണൂരിൽ ഇത് അങ്ങനെ ഫുൾ റെസ്റ്റോർ ചെയ്തെടുത്താണ്. ഇത് ലാംബർട്ട DL 150. ഇതാണ് ഇപ്പോൾ ബജാജിന്റെ ആ 2 സ്ട്രോക്ക് ലൈനപ്പിൽ ഏറ്റവും പവർ കൂടിയ വണ്ടിയാണ്. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ഇതേപോലെ നമ്മളെ ബ്രേക്ക് പിടിക്കുമ്പോൾ തെന്നം പരിപാടി അങ്ങനെയൊന്നുമല്ല. ചെറുപ്പത്തിൽ നമുക്ക് ഈ നമ്മൾ ഈ ഫാസ്റ്റ് ട്രാക്ക് അല്ല, നമ്മളെ അപ്പ ഓട്ടോക്കാർ അങ്ങനത്തെ ഓവർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ മാഗസിൻ ആയിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഈ സ്കൂട്ടറിന്റെ ബ്രാൻഡ് പണ്ട് പോലെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ഇയറിൽ ഒരു സ്കൂട്ടർ ഇന്ന പോലെ എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞത് പണ്ട് ലാംബർട്ടോമിന്റെ ഇതിന് മുമ്പത്തെ സ്കൂട്ടി ഇങ്ങനെ അത് കുറെ തപ്പി. പക്ഷെ അതായത് TS തന്നെ. പക്ഷെ അത് 88 മറ്റോ വന്നു. അത് പക്ഷെ കിട്ടാനില്ല. ഇതിന്റെ തന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടി പോകുന്നത്. ഇത് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ട് ഒരു വണ്ടി കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. തമിഴ്നാട്ടിലാണ് പഠിച്ചതൊക്കെ. ഊട്ടിയിലാണ് സ്കൂളിങ്. പിന്നെ കോളേജ് പഠിച്ചത് കോയമ്പത്തൂരാണ്. നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടോണ്ടിരുന്ന വണ്ടികള് TVS സ്റ്റാമ്പ്, TVS 50. അപ്പം അതിലെ സ്കൂളിലെ ഒരു ടീച്ചർ കയ്യിൽ ഈ റെഡ് കളർ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു സ്കൂളിൽ ഊട്ടിയിൽ പഠിക്കുമ്പോൾ. അത് അപ്പൊ ഇതൊക്കെ തിളങ്ങി നല്ല പുത്തൻ ഒരു സൗണ്ട് ബീറ്റിംഗ് ടിക് ടിക് ആ കറക്റ്റ് 2 സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ അതില് നമ്മൾ അപ്പൊ അട്രാക്ട് ചെയ്ത് ഇതേപോലെ വണ്ടി കിട്ടില്ല. ഇതിപ്പോ ഒറിജിനൽ പെയിന്റ് ആണ്. എന്റെ സ്റ്റിക്കറുകൾ വരെ എല്ലാം ഇതിന്റെ കഥ എന്ന് പറയുമ്പോൾ ഞങ്ങള് എന്താ പറയാ, പെട്ടെന്ന് നമ്മൾ രാത്രി കിടന്ന് OLX ഇത് നോക്കുന്ന ഹോബി എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം രാത്രി കണ്ടു. അത്രയ്ക്ക് ഒറിജിനാലിറ്റി. അതായത് ഇത് ഫുൾ എങ്ങനെയാണോ ലൈക്ക് കമ്പനി ഇതെല്ലാം ഒറിജിനലാണ്. മോഡൽ ഇത് 67. അങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് എടുക്കാനുള്ള പ്ലാനില്ല, കയ്യിൽ പൈസയും ഇല്ല. പിന്നെ രാവിലെ പോയി നോക്കിയപ്പോൾ കണ്ടത് ആ ബോഡി ഷേപ്പും എല്ലാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നെ പൈസ ഉണ്ടാക്കാൻ ഓടല. സൈഡ് നമ്മുടെ കോയമ്പത്തൂരിലെ കോയാസില്ലേ, കോയാസിന്റെ സീറ്റും ഇതാണ്. എത്ര വർഷമായാലും അത് അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോം അല്ല, ഹാൻഡ് ഗിയേഴ്സ് വരുന്നത്.
ഇത് അപ്പൊ ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എവിടെ വരുന്നത്? സ്വിച്ച് ആണോ? ഇതാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ. ഓക്കെ. ഇത് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇതാണ്. ഓണോ? ഓണ് തന്നെ. ഇത് ഹോണ്ട ആയിരുന്നല്ലോ. എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ രണ്ടാമതൊരു ഇതാണ്. ഇത് ഹോണ്ട ചിലവര് സ്പോഞ്ച് ചെയ്ത് പൊട്ടിപ്പോവാതിരിക്കാൻ. ഇത് പണ്ടത്തെ മറ്റേ കാസ്റ്റ് ആണ്. കാസ്റ്റ് ചെയ്യാൻ ടൈപ്പ് ആണ്. അപ്പോൾ നമ്മള് അൺലിമിറ്റഡ് ലോഡ് കൊടുത്താൽ പെട്ടെന്ന് പൊട്ടാൻ. ഇപ്പോഴും ലൈക്ക് എത്ര സ്റ്റാർട്ടിങ് ഒന്നും ഒരു പ്രശ്നം വലിയ കാര്യമൊന്നും. ഇതിന്റെ ആക്സിലേറ്റർ പെടലാണ് വളരെ ചെറിയ പെടലാണല്ലേ. ഒരു വിരല് കൊണ്ട് പണ്ടത്തെ നമ്മുടെ ടാക്സി ഹീറ്റർ അടിച്ചിട്ട് ഹീറ്റർ ഒന്നുമില്ല, പെട്രോൾ വണ്ടി. ഞാൻ എൻ്റെ ലൈഫിൽ വാങ്ങിച്ച ഫസ്റ്റ് കാർ. അല്ല, അത് ചെറുപ്പം മുതൽ നമ്മുടെ ഒരു ഫാമിലിയിൽ തന്നെ ഒരു ചോപ്പ് പ്രീമിയർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് ഇനി വാങ്ങിക്കണം എന്നുള്ളതായി. കുറെ തപ്പി നടന്നിട്ട് കിട്ടിയില്ല. കിട്ടും, പക്ഷെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ. ഈ വാഹനങ്ങൾ കൂടാതെ സുസുക്കി ഷാവ്ലൈനും ബുള്ളറ്റും ടൈപ്പ് 1 മാരുതി 800 ഉണ്ട്. ശരിക്കും ഇത്രയ്ക്കൊക്കെ വണ്ടികൾ ഈ ഒരു നീറ്റ് കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ട് നടക്കുന്നവർക്ക് മാത്രമാണ് പറ്റുക. അപ്പോൾ എല്ലാവിധ ആശംസകളും മനു ബ്രോയ്ക്ക്. ഇനിയും കൂടുതൽ വണ്ടികൾ വാങ്ങാൻ പറ്റട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനസ്റ്റ് ഓട്ടോ ഡീൽസ്.